എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാമെന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും നിൽക്കുന്നത് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തന്നെയാണ്, പവേർഡ് ബൈ ലീഡ്സ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടു കാണും, അതിമനോഹരമായിരുന്നു. ഇപ്പോഴും കുട്ടികളൊക്കെ അവിടെ റെഡിയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കമാൺ. വളരെ റൊമാൻറ്റിക്കും സ്വീറ്റുമായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഒരു മൂവിയായിരുന്നു ചോക്ലേറ്റ്. പേര് പോലെ തന്നെ ചോക്ലേറ്റ് തന്നെയായിരുന്നു. അതിലെ ഒരു മനോഹരമായ ഒരു ഡയലോഗാണെന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അമൽ എവിടെയാണ്, വീട് എവിടെയാണ്? പത്തനംതിട്ട. ഏതിനാ മോൻ പഠിക്കുന്നത്? ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഫസ്റ്റ് ഇയർ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് മോൻ നല്ലോണം അഭിനയിക്കുന്നു. അതിന് മുന്നേ ഒരു പാട്ട് പാടുക. നീ ഒരു പാട്ടുകാരനാണെന്ന് കൂടെ നമുക്കറിയാം. ഈറൻമുടി കോതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരത്തോപ്പിൽ വന്നാൽ താരകരാവ്, രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ്, കണ്ണാടി പുഴയിലെ പൂന്തിരകൾ, നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, ആരിതിൽ നാം പോയിടാം, വിണ്ണതി പോലൊഴുകിടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. ഓക്കെ അല്ലേ? അപ്പോൾ അവിടുന്ന് ഞാൻ നടന്നു വരണം. നടന്ന് വന്ന് ഇവിടെ വന്നിട്ട് ഇതാണ് ചന്ദ്രിക. ചന്ദ്രികയെ നോക്കി പറയുന്നതാണ് സാധനം. റെഡിയല്ലേ? നടന്ന് ഇവിടെ വന്നതിന് ശേഷം വേണം, അല്ലേ മൈക്കില്ല. ഓക്കെ, റെഡിയല്ലേ? റെഡി, റെഡി, ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചിൻ്റെ മോളി ചന്ദ്രിയെ, നീ എന്നതാടി കരുതിയേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കയറി കെട്ടിത്തും നാട് വന്നു. അതൊക്കെ പണ്ട്. ഇപ്പം എൻ്റെ കഴുത്തിലൊരു കയറുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. ജീവിക്കാനാണേലും ഒരുമിച്ച്, ചാവാനാണേലും എവിടെ നിന്ന്. ജീവിക്കാനാണേലും ഒരുമിച്ച്, ചാവാനാണേലും ഒരുമിച്ച്. ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. പക്ഷെ ഇവള് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയണം, എന്നെ ഇവള് സ്നേഹിച്ചിട്ടില്ല. ഞാനില്ലെങ്കിലും ഇവള് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അവള് പറയില്ല, അവളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് 100 വട്ടം ക്ഷമ പറയാൻ എനിക്ക് ഞാൻ തയ്യാറാണ്. പക്ഷെ അറിയാതെ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ സ്നേഹിച്ച പെണ്ണെ സഹോദരിയായിട്ട് കാണാൻ പറഞ്ഞാൽ അതിനെനിക്കൊക്കുകയല്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാനന ചായൽ ആട് വയ്ക്കാൻ നിന്നെ ഞാൻ കൊണ്ടുപോകുക. ഒന്നുകൂടെ എടുക്കാം അല്ലേ? നന്നായിട്ടുണ്ട്, സൂപ്പർ. ഇത് ഒന്നുകൂടെ എടുക്കാം. അപ്പൊ ഇടയ്ക്ക് നിനക്ക് ചെറിയ തെറ്റുകളൊക്കെ പറ്റില്ല, അതങ്ങ് മാറും. അല്ല സാർ, ഞാൻ ആ ഡയലോഗ് പഠിച്ചു. ഒരു ചാൻസ് കൂടി. ശരി, ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞേ. ആക്ഷൻ. ഇനി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചിന്റെ മോളിൽ ചന്ദ്രിയെ, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ രമണിയോടെ കെട്ടിത്തൂങ്ങിക്കിടന്ന് ആട് വന്നു. അതൊക്കെ പണ്ട്. ഇപ്പം എൻ്റെ കഴുത്തിലൊരു കയറ് വീണ അതിൻ്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. ജീവിക്കാനാണേലും ഒരുമിച്ച്, ചാവാനാണേലും എവിടെ നിന്ന്. ജീവിക്കാനാണേലും ഒരുമിച്ച്, ചാവാനാണേലും ഒരുമിച്ച്. പക്ഷേ ഇവൾ എത്രയും പേരുടെ മുന്നേ വെച്ച് എന്നോട് പറയണം, ഇവളെന്നെ സ്നേഹിച്ചിട്ടില്ല. ഞാനില്ലെങ്കിലും ഇവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന്. കണ്ടോ, അവളെ കൊണ്ട് പറയാൻ പറ്റുകയില്ല. അവന് പറ്റുകയല്ലടാ, അവനൊരു പാവാണ്. ഞാനെന്ന് വെച്ചാൽ അവന് ജീവനാണ്. ഞാൻ അറിയാതൊരു തെറ്റ് ചെയ്തു, അതൊരു 100 വട്ടം ക്ഷമ പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ പറഞ്ഞാൽ അതെനിക്കൊക്കുകയല്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടി ചന്ദ്രിയെ, കാനന ചായ ആട് വയ്ക്കാൻ നിന്നെ ഞാൻ കൊണ്ടുപോകാം. നന്നായി ചെയ്തു, ഗുഡ് ബൈ. ആട്ടമൊക്കെ മറ്റേ കെട്ടിത്തൂങ്ങിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ആട്ടം, മറ്റേ ആട്ടമാണ് കേട്ടോ. ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. എന്താടാ ഒരിളക്കം? എന്താ ഇളകി കൂടെ? എന്താ പേര്? പൃഥ്വിദാസ്. എവിടെ, നാട് എവിടെയാണ്? തൃശ്ശൂർ. ഏതിനാ പഠിക്കുന്നത്? ഞാൻ MBA ഫസ്റ്റ് ചെയ്യുന്നു. അപ്പം അഭിനയിച്ചൊക്കെ കണ്ടല്ലേ? ഓക്കെ, കണ്ടു. അപ്പം നമുക്ക് ആ കഥാപാത്രമായിട്ട് അങ്ങോട്ട് ജീവിക്കാം. റെഡി, റെഡി, ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചിൻ്റെ മോളെ ചന്ദ്രിക്ക്, നീ എന്നതാടി വിചാരിച്ച്?
ഈ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഞാൻ കയറിൽ കെട്ടിത്തൂങ്ങി ആടുമെന്നോ? അതൊക്കെ പണ്ട്. ഇപ്പം എൻ്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുകയാണെങ്കിൽ അതിന് മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. എന്താണ് ബ്രോ, മൊടയാണോ? എന്താണ് മൊടയാണോന്ന്? ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഹിസ് നെയിം ഈസ് പാണ്ഡിതുരൈ. പക്ഷേ ഇവിടെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ പിരിഞ്ഞാലും സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. ഞാൻ ഒരു തെറ്റ് ചെയ്തു, അതിന് 100 വട്ടം മാപ്പ് പറയാൻ ഞാൻ തയ്യാറുമാണ്. ഒരു തെറ്റിൻ്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ സഹോദരിയായി കാണാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടി കാനന ചായകില്ല അടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ട് പോവാം. അത് അവിടെ നോക്കി കറക്റ്റായിട്ടെന്ന് പറഞ്ഞു. നല്ല നല്ല രസകരമായിട്ട് പറഞ്ഞു. ആ ഒരു വാക്ക് മാത്രം. എടി കാനന ചായയിൽ അടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ട് പോവാം. എന്നെ കൊണ്ടുപോവല്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ. നല്ല നിലത്ത് 100 നെല്ല് നട്ടു. നട്ടോട്ടെ. നീ തന്നെ നടണം. ഓടാ, അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ. നല്ല നിലത്ത് 100 നെല്ല് നട്ടു. സ്പീഡിൽ 3 പ്രാവശ്യം പറഞ്ഞു. നല്ല നിലത്ത് 100 നെല്ല് നട്ടു. നല്ല നിലത്ത് 100 നെല്ല് നട്ടു. നല്ല നിലത്ത് 100 നെല്ല് നട്ടു. വെരി ഗുഡ്. രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി. ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി. ആഷിക്ക് എവിടെ? ആഷിക്ക വീട്? എൻ്റെ ഇവിടെ ആലപ്പുഴ. ഓക്കെ. ഏതിലാണ് അവിടെ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ ബിടെക് CSE. പാട്ട് പാടുവോ? പാട്ട് പാടത്തില്ല. അപ്പോൾ ഡാൻസറാണെന്ന് തോന്നുന്നു. ഡാൻസർ ഒന്നുമില്ല. എന്നാ അഭിനയിക്കാം. ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിയുടെ മോള് ചന്ദ്രികയെ, നീ എന്നതാടി വിചാരിച്ചേ? നീ എന്നെ ഇട്ടിട്ടങ്ങ് പോയാ ഈ രമണൻ കയറി കെട്ടി തൂങ്ങി കിടന്ന് ആടുവന്നു. അതൊക്കെ അങ്ങ് പണ്ട്. കണ്ടോ, ആത്മഹത്യ വെറുതെ അഭിനയിച്ച് കാണിക്കുന്നവന്റെ വെപ്രാളം എത്ര ഭംഗിയായിരിക്കുന്നു. ഇപ്പൊ എന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീണ് കഴിഞ്ഞാൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും. അഭിനയം വരുന്നില്ല. ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട. ജീവിക്കാനാണേലും ഒരുമിച്ച്, ചാവാനാണേലും ഒരുമിച്ച്. പക്ഷെ ഇവൾ ഇത്രയും പേരെ മുമ്പ് വെച്ച് പറയണം ഇവളെന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് 100 വട്ടം മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. പക്ഷെ ചെയ്യാത്ത തെറ്റിൻ്റെ പേര് പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടി ചന്ദ്രികയെ, കാനന ചായയിൽ ആടുമേയ്ക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ്റെ പേരെന്താണ്? ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ്റെ ജവഹർലാൽ നെഹ്റു. നിങ്ങൾ പറഞ്ഞു ശരിയല്ലോ. ഓക്കെ. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. എന്താ മോൻ്റെ പേര്? അല്ലമി. എവിടെ? നാടെവിടെ? ഇവിടെ ഏത് പഠിക്കുന്നത്? വീട്ടകമിക്ക്. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താണ്? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര്? മാളവിക. മാളവിക. ഈ മാളവികയാണോ? ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ? ദുൽഖർ. ഇഷ്ടപ്പെട്ട നടി? കല്യാണി പ്രിയദർശൻ. ഇഷ്ടപ്പെട്ട പാട്ട്? ഇഷ്ടപ്പെട്ട പാട്ടില്ല. ഇല്ല. എന്നാൽ പിന്നെ നമുക്ക് ആക്ടിങ് റെഡി ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരി മത്തായിച്ചിന്റെ മോള് ചന്ദ്രികയെ, നീ എന്നതാടി എന്നെ പറ്റി വിചാരിച്ചത്? നീ ഞാൻ ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയാൽ ഞാൻ അവിടെ തൂങ്ങിക്കിടന്ന് ആട് വന്നു. അതൊക്കെ പണ്ട്. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ ആടി ആടി തീറ്റി വരും. ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് എഴുന്നുണ്ടെങ്കിൽ ആ കുരുക്കിന്റെ മറ്റേ അറ്റത്ത് നീയും കാണും. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച്, ചാവാനാണെങ്കിൽ ഒരുമിച്ച്. പേര് മീല തുടങ്ങുന്നത്, നായില അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. പക്ഷെ ഇവൾ ഈ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. എവിടെന്ന്? എന്നെ പിരിഞ്ഞാലും നീ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് നീ എല്ലാവരും മുമ്പിൽ വെച്ച് പറയണം. ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. അത് ഞാൻ എത്ര വട്ടം വേണോ നിന്നോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. പക്ഷെ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാനൽ ചായയിൽ ആട് വയ്ക്കാൻ നിന്നെയും കൊണ്ട് ഞാൻ പോകുന്നു. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി.
പേരെന്താണ്? അക്ഷയ്. അക്ഷയ് ഇവിടെ നാട് ഇവിടെ തന്നെ. ആ, ഏതിനാ പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ ബിടെക്. ഓക്കെ, റെഡി, തുടങ്ങല്ലേ? ആക്ഷൻ. എടീ ചങ്ങനാശ്ശേരി മത്തായിക്കാരൻ. എന്താ അത് പൊക്കളല്ല, പിന്നെ അത് കപ്പിളാ. പിന്നെ വേറെ കാര്യം, നീ മദ്യവെച്ചിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് വാക്കുകളൊക്കെ തെറ്റാ, അത് സ്വാഭാവികമാണ്. റെഡി. എടീ ചങ്ങനാശ്ശേരി മത്തായച്ചൻ്റെ മോള് ചന്ദ്രികെ, നീ എന്നതാടി കരുതി? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കിടന്ന് ആട് വന്നു. അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റത്ത് നീയും കാണും മോളെ. ജീവിക്കാനാണേലും ഒരുമിച്ച്, ചാവാനാണേലും എവിടെ? ചാവാനാണേലും എടി ചന്ദ്രികെ, നിനക്ക് ജീവിക്കണോ അതോ ചാകണോ? പക്ഷേ ഇവരെല്ലാവരും മുമ്പേ വെച്ച് ഇവള് പറയണം എന്നെ പ്രേമിച്ചിട്ടില്ല. എന്നെ പിരിഞ്ഞു പോയാലും എവള് സന്തോഷമായി ജീവിക്കുമെന്ന്. കണ്ടോ, അവള് പറയില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്, അതിന് എത്ര വട്ടമായാലും. പക്ഷേ അറിയാതെ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടി കാനന ചായ ലാടി മേയ്ക്കാൻ ഞാൻ നിന്നെയും കൊണ്ട് പോവുക. ശരി സാർ. എന്താ മോൻ്റെ പേരെന്താ? അതുൽ. എവിടെ, നാട് എവിടെയാണ്? ഇവിടെ തന്നെ. ഏതിനാ പഠിക്കുന്നത്? ബിടെക് സെക്കൻഡ് ഇയർ CS. തുടങ്ങാം. ഓക്കെ, റെഡി, ആക്ഷൻ. എടി ചങ്ങനാശ്ശേരി. എടി ചങ്ങനാശ്ശേരി എന്നോ? ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലപ്പേരാ. എടി ചങ്ങനാശ്ശേരി മത്തായിച്ചൻ്റെ മോള് ചന്ദ്രികെ, നീ എന്താടി വിചാരിച്ചത്? നീ ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഞാൻ കെട്ടിത്തൂങ്ങി കിടന്ന ആട് വന്നോ? കാര്യം പറയുന്നതൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നീ ഗുഡ് ബൈ പറഞ്ഞു പോയാ ഞാൻ കെട്ടിക്കിടന്ന് അല്ല കെട്ടിത്തൂങ്ങി കിടന്ന ആട് വന്നോ? മളവിക കെട്ടിത്തൂങ്ങി കിടന്ന ആട് വന്നോ? ഇനി ഓർത്ത് പറ. ഇത്ര എല്ലാവരും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇനി പറയണ്ട, പറ. കെട്ടിത്തൂങ്ങി കിടന്ന ആട് വന്നോ? എൻ്റെ കഴുത്തില് പറ, തെറ്റിയാലും കുഴപ്പമില്ല. അതൊക്കെ പണ്ട് എൻ്റെ കഴുത്തില് ഒരു എന്തുവാ? നിന്റെ കഴുത്തിൽ എന്താ? പറ. ആരുടെ? നിന്റെ തോളത്ത് കയറല്ലേ കിടക്കുന്ന? എന്റെ തോളത്തല്ല, ചേട്ടന്റെ തോളത്ത് പാമ്പ്. എന്റെ തോളത്ത് തോർത്തല്ലേ? നീ ഇത്രയും നേരം ഇവിടെ നിന്ന് കേട്ടില്ലേ? ഡയലോഗ് പിടിച്ചില്ല, സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണാണ്ട് ഇത്ര പേര് പറഞ്ഞില്ല ഡയലോഗ്. എന്റെ കഴുത്തിലൊരു കുരുക്ക്, എൻ്റെ കഴുത്തിലൊരു കുരുക്ക് ഉണ്ടെങ്കിൽ അല്ല വീണിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നീയും. അതിനപ്പുറത്ത് മതിലിനപ്പുറത്താണോ? അല്ല, നിന്റെ കഴുത്തിൽ ആ കുരുക്ക് കാണും. അയ്യോ, എന്നിട്ട് താൻ കുമ്പിടിയല്ലേ? ഉണ്ണിയമ്മയാടോ? കുമ്പിടിയാ? അല്ല, ഞാൻ കാർത്തിയാനിയാ. ഇത് ബാലാമണിയാ. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. ജീവിക്കണോ? എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, പറ അങ്ങോട്ട്. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയണം. എന്നെ പിരിഞ്ഞിട്ട് പോയാണെങ്കിലും എന്നെ പിരിഞ്ഞിട്ട് പോയാണെന്ന് ഇവന് ഇവിടെയായിട്ട് യാതൊരു ബന്ധമില്ലാതെ നിന്നതാ കേട്ടോ. My love is gone, my love is gone, my love is gone, my love is gone. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്തൂത്തിയിരുന്നു. പറഞ്ഞിട്ട് ഓടിപ്പോ. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്തൂത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പനന്തത്ത ചത്തൂത്തിയിരുന്നു. പത്തനാപുരത്ത് പച്ച പനന്തത്ത ചത്തൂത്തിയിരുന്നു. പത്തനാപുരത്ത് 10
പച്ച പച്ചത്തത്ത പനന്തത്തടാ പനന്തത്ത പത്തനാപുരത്ത് പച്ച പനന്തത്ത 10 പത്തനാപുരത്ത് 10 പനന്തത്ത ചത്തുകുത്തി പച്ച പച്ച പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ചത്തുകുത്തിയിരുന്നു മിണ്ടാടാ. ഓക്കെ റെഡി. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്തുകുത്തിയിരുന്നു. ഒത്ത് പത്തനാപുരത്ത് 10 പനന്തത്ത ഒത്ത് ചത്തുകുത്തിയിരുന്നു. പച്ച എവിടെ പോയി? പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്തുകുത്തിയിരുന്നു. ഇത് നിർത്താം. 3 പ്രാവശ്യം പറഞ്ഞിട്ട് പോയിക്കോ. അടുത്ത റെഡി ആയിക്കാണ്. പത്തനാപുരത്ത് 10 സ്പീഡ്. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ചത്ത് ഒത്ത് കുത്തിയിരുന്നു. അല്ല ഒത്ത് ചത്തുകുത്തിയിരുന്നു. ഓക്കെ ഓക്കെ. എന്താണ് മോന്റെ പേര്? പെൻവൽ. പെൻവൽ. എവിടെയാ നാട്? കൊച്ചി. കൊച്ചിയിലാണ്. ഏതിനാ പഠിക്കുന്നത്? ഓക്കെ. അപ്പോൾ പെൻവൽ നൈസ് നെയിമാണ്. എന്താണ് അതിനർത്ഥം? ആണോ? ഓക്കെ. വെരി ഗുഡ്. ഗോഡ് സൺ ആണല്ലേ? ഓക്കെ. അപ്പോൾ ഗോഡ് സൺ ഒരു മനോഹരമായ പാട്ട് പാടിയിട്ട് അടുത്ത സംഭവത്തിലേക്ക് നമുക്ക് പോവാം. റെഡി? വാനം പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കളായി ഏതോ ഒരു വിധിയായി മുന്നിൽ ഇരുൾ മൂടിയാൽ അകലെ നീ പോയാലും നിഴലാവാം ഞാൻ വരുവോളം വഴിയോരം തിരിയാവാം ഞാൻ താനേ തനന്താനേ തന്താനേ ആരോ രാരാരിരാരോ ഓ താനേ തനന്താനേ തന്താനേ ആരോ രാരാരിരാരോ. അടിപൊളി. സൂപ്പറായിട്ട് ചെയ്തു. നിൻ്റെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. പിന്നെ അതാണ് വേണ്ടത്. റെഡി? ഇത്തിരി കൂട്ടില്ലേ? എന്തായാലും തുടക്കം തരുന്നു. മറന്നുപോയി. അയ്യോ. ചങ്ങനാശ്ശേരിക്കാരി. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മകളെ മോളെ ചന്ദ്രിക. മോളെ ചന്ദ്രിക. പിന്നെന്തോ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ. നീ എന്നതാടി വിചാരിച്ച്? നീ ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടി തൂങ്ങിക്കിടന്ന് ആടുവന്നു. അതൊക്കെ പണ്ട്. എന്താ പറ, സാധനം പറഞ്ഞുപോയി. പറഞ്ഞു കൊടുക്ക്. ജീവിക്കാനാണേലും ഒരുമിച്ച്, ചാകാനാണെങ്കിലും എവിടെ, ചാകാനാണേലും ഒരുമിച്ച്. നീ മതി, ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ. അപ്പം മനോഹരമായി തന്നെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. കുറേ പേരൊക്കെ മനോഹരമായി ചെയ്തു. അതിൽ ഏറ്റവും മനോഹരമായി ചെയ്ത ഒരാളുണ്ട്. ആരാണ്? പറയൂ. യെസ്, അമൽനാഥ്. പ്ലീസ് കം. അമലെ, ഒരു അടിപൊളി ഗിഫ്റ്റാണ് തരാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പിക്കിൾ, ഇറ്റ്സ് ഹോം പാക്കറ്റ് ഇൻ എ ജാർ. മുബീസ് കിച്ചൺ നൽകുന്ന ഒരു മനോഹരമായ. കൺഗ്രാറ്റ്സ്. യെസ്. അടുത്തതായിട്ട് വിളിക്കാം മാളവിക. ഇന്ത്യയിൽ തന്നെ റീജിയണൽ ആൻഡ് ക്ലൈമറ്റ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു അടിപൊളി ബ്രാൻഡ് ബ്യൂട്ടി മീറ്റ്സ് EIQൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ. അടുത്ത വിളിക്കുന്നു മിസ്റ്റർ അക്ഷയ്. അക്ഷയ് മനോഹരമായിട്ട് തന്നെ ചെയ്തു. ഇത് പെർഫ്യൂമിൻ്റെ ചരിത്രത്തിൽ തന്നെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റായ റയാൻ ആദംസ് പെർഫ്യൂം നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു ബൃന്ദ. എവിടെ ആണ്? ഓക്കെ. ബൃന്ദയുടെ ചിരി പോലെ തന്നെ നല്ല മധുരമുള്ളൊരു സാധനമാണ്. അതായത് ഒരു പ്രിസർവേറ്റീവ് ഇല്ല, കെമിക്കൽസും ഇല്ലാതെ കോട്ടയത്ത് നിന്നുള്ള ശർക്കര, ഒറിജിനൽ ശർക്കരയിൽ പാനിയിൽ തയ്യാറാക്കിയ കപ്പലിന് മിഠായിയാണ് കേട്ടോ. അപ്പോൾ കൺഗ്രാറ്റ്സ്. ഇനി
നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു വേദിയിൽ ആദ്യമായി വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല, അതൊരു ഗട്ട്സാണ്, അതൊരു ഐശ്വര്യമാണ്. അപ്പം നമ്മൾ ഐശ്വര്യമാണ് വിളിക്കുന്നത്. മായമില്ലാത്ത രുചിക്കൂട്ടാണ് ഖദീജാസ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു നല്ലൊരു ഗിഫ്റ്റ്. അപ്പോൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ കുട്ടികളുടെയൊക്കെ വലിയൊരു ആഗ്രഹമുണ്ട്. എന്താ മക്കളെ? ദിവ്യ മിസ്സിനെ ഒന്ന് വിളിക്കണമെന്ന് ആദ്യം മുതൽ എൻ്റെ അടുത്ത് പറഞ്ഞാണ്. ദിവ്യ മിസ് പ്ലീസ് കം. വെൽക്കം. ഒരു ആ ഡയലോഗ് ഒന്ന് പറയാം. അവർ അന്നേരം മുതൽ മിസ്സാണ് നമുക്ക് ശരിക്കും ഈ ഒരു പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് തന്നതും ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതും വളരെ പോസിറ്റീവ് എനർജിയുള്ള മിസ്സാണ്. അപ്പം മിസ് ആ 4 സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്നാൽ ഓക്കെ. അപ്പം നമ്മൾ ഒരു ടങ് ട്വിസ്റ്റർ അങ്ങോട്ട് കൊടുക്കാം, അതങ്ങ് പറയുകയാണ്. കേരളത്തിൻ്റെ കരളിൻ്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. നിർത്താം 3 പ്രാവശ്യം പറയാം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കരളി. ഒറ്റ പ്രാവശ്യം കറക്റ്റായിട്ട് പറഞ്ഞു. 1 2 3 സ്റ്റാർട്ട്. കേരളത്തിന്റെ വേറെ വേണോ? വേറെ എന്തെങ്കിലും വേണോ? ഓക്കെ. റെഡി 1 2 3 സ്റ്റാർട്ട്. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. മതിയാ? മതി. യെസ്. അപ്പോൾ കണ്ടല്ലോ, ടീച്ചറും കുട്ടികളും ഒക്കെ മാസാണ്. ഇനി ഇതിലും മാസമായിട്ട് കുറേ കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് കാണുന്നതുവരെയും ഗുഡ് ബൈ.